ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുട്ട ചേർത്തിട്ടുള്ള ഒരു അടിപൊളി കേബേജ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു കേബേജിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തത്, 2 മുട്ട, 2-3 വറ്റൽമുളക്, ഒരു അര സ്പൂൺ ജീരകം, 2-3 ഏലക്ക എന്നിവ എടുക്കാം. ഇനി നമുക്ക് ഈ കേബേജ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി ഈ ഫുഡ് പ്രോസസ്സർ ഉപയോഗിച്ചിട്ട് ഞാൻ കേബേജ് ചോപ്പ് ചെയ്തെടുക്കും. ഇതിൻ്റെ ബ്ലേഡ് കുറച്ച് ഷാർപ്പാണ്, വളരെ ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യണം. ഇനി കേബേജ് ഈ ജാറിലേക്ക് ഇടുക. കഴിയുന്നതും കുറച്ചും കൂടി ചെറിയ പീസസ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. അങ്ങനെ 2 പ്രാവശ്യം കൊണ്ട് ഞാൻ കേബേജ് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി 2 മുട്ട പൊട്ടിച്ചിട്ട് നമുക്ക് ബൗളിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട 2, 3, 4 എടുക്കാം കേട്ടോ. ഞാൻ 2 മുട്ട മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പാത്രത്തിലേക്ക് ഞാൻ 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സ്പൂണ് കടുക് അതിലേക്ക് ഇടുക. ഇനി ആ വറ്റൽ മുളക് ഇടുക. ഇനി കേബേജൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള സ്പൈസസ് ഇടുക. കുറച്ച് മുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ ജീരകം അതിലേക്ക് മാറ്റുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതൊരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കുക. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. അതിനുശേഷം ആ മിക്സ് ചെയ്ത് വെച്ച മുട്ട അതിലേക്ക് ഒഴിക്കുക. ഇനി അത് കുറച്ചു നേരം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് വീണ്ടും മൂടി വെക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി നല്ലവണ്ണം മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ചുകൂടി സമയത്തേക്ക് മൂടി വെക്കുക. ഇനി ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ടുള്ള തേങ്ങ കുറച്ച്
ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കാബേജ് തോരൻ റെഡി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.